ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു ഡിഷ് പരിചയപ്പെടാം. ഇതേ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ തോരൻ കറി ഉണ്ടോ? ഇതാകട്ടോ. ഒറ്റ നോട്ടത്തിൽ ഇതെന്താണെന്നുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന്. അപ്പം ഇത് നമ്മുടെ ക്യാബേജ് തോരനാണെന്ന് എല്ലാവർക്കും തോന്നുമല്ലേ? പക്ഷെ ഇത് ക്യാബേജ് തോരനല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ളൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം വെച്ചുണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പം നമ്മുടെ തോരൻ കറിക്ക് വേണ്ട സാധനം കേട്ടോ. ഇത് കണ്ട എന്നാന്ന് പറയുന്നത് ക്യാബേജ് ആണെന്നല്ലേ ഓർക്കുള്ളൂ. പക്ഷെ ഇത് ക്യാബേജ് അല്ല, ഇത് നമ്മുടെ തനി നാടൻ പപ്പായ കേട്ടോ. പപ്പായാന്നും ഓമയ്ക്കാന്നും കപ്പളങ്ങാന്നൊക്കെ പറയുന്ന സാധനം. അതായത് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ക്യാബേജ് തോരനാണെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കത്തില്ല, അങ്ങനെ ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ ഉള്ളവർക്കൊന്നും കഴിക്കത്തില്ല, പിന്നെ പല അസുഖക്കാർക്കും കഴിക്കത്തില്ല. പക്ഷെ ഈ സാധനം കുഞ്ഞു പിള്ളേർ തൊട്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതും നമ്മുടെ ക്യാബേജ് തോരനെ വെല്ലുന്ന രീതിക്കാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം അല്ലേ, ഇനി എന്തൊക്കെയാ വേണ്ടിയെന്ന്. അപ്പൊ നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ, അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന ഈ തേങ്ങയും ഈ ഒരു കൂട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വരയ്ക്കാന്ന് മീൻസ് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഏറ്റവും നല്ലത് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള കല്ലിൽ അരയ്ക്കുന്നതാണ്. ഇപ്പൊ അതൊന്നും ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. പിന്നെ തേങ്ങ ചിരണ്ടിയത്, ചുമന്ന ഉള്ളി, കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മുടെ മൺചട്ടിക്കകത്തോട്ടോ നമ്മുടെ തോരൻ കറി എടുക്കുന്നേ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കുറച്ചെണ്ണ, ഇത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഇത്ര എണ്ണ മതി. കടുക് പൊട്ടാൻ മാത്രം ഉണ്ടായിരുന്നു. എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകട്ടെ. വളരെ കുറച്ച് മതി കേട്ടോ. കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയെങ്കിലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഇതാകട്ടോ തേങ്ങ ഒതുങ്ങിയ പരുവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, അധികം അരഞ്ഞു പോകരുത്, ഇങ്ങനെ ഒതുങ്ങിയെടുത്താൽ മതി. നമ്മുടെ കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ഈ അരച്ചിട്ട് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഇങ്ങനെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാന്ന് ചോദിച്ചാൽ ഇച്ചിരൂടെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ആ തേങ്ങയുടെ ആ പച്ചച്ചവ മാറി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേ. ഇതല്ലാതെ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കപ്പളങ്ങയും ക്യാരറ്റും കൂടെ ആദ്യം ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞ് ഈ തേങ്ങ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് കറിയാക്കാം. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഇതുണ്ട്, തേങ്ങ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടി പിടിക്കാതെ. വെള്ളം വറ്റി നല്ല ചട്ടിയിൽ നിന്ന് ഇട്ട് വരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പളങ്ങ ക്യാബേജ് ഇട്ട് കൊടുക്കാം അല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യണം. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആവുമേ. ഇതിൻ്റെ ആ ഒന്ന് വെള്ളം വലിഞ്ഞാൽ മാത്രം മതി. നന്നായിട്ട് തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നിങ്ങൾ ഓർത്താണല്ലേ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ക്യാബേജ് തോരൻ വെക്കാൻ പഠിപ്പിക്കുന്നതെന്നല്ലേ. ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ ക്യാബേജ് അല്ല വെച്ചത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അപ്പം അവരോട് എന്ത് ചോദിക്കണം, ഇത് ക്യാബേജ് ആണോ എന്ന്.
ഇതിലേക്ക് നമുക്കൊരു ലേശം നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം ഒഴിച്ച് കൂട്ടി വെക്കാവേ. അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ കപ്പളങ്ങയ്ക്കും ക്യാരറ്റിനൊക്കെ വെള്ളം ഉള്ളതാണ്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിലെ. കുറച്ച് ഓരോരുത്തരുടെ അളവിൽ വെച്ചോണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തോരൻ കറി വെക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൂട്ടി വെക്കണം കേട്ടോ. പണ്ടത്തെ കാരണന്മാർ പറയുന്നത് തട്ടിപ്പൊത്തി വെക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ആവിയിലിരുന്നത് ഒന്ന് വെന്ത് വെക്കാം. നമുക്കൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ അടപ്പം തോന്നുന്ന ഒന്ന് ഇളക്കി നോക്കാവേ വെള്ളത്തിൻ്റെയൊക്കെ ലെവൽ എങ്ങനെയാണ്. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. നിങ്ങളോർക്കിത് കപ്പളങ്ങ ആയതുകൊണ്ട് വെന്ത് കുഴഞ്ഞു പോകുമല്ലോ. കണ്ടോ, വെന്ത് കുഴഞ്ഞൊന്നും പോകുമല്ലോ കേട്ടോ. അധികം ഒത്തിരി വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. കണ്ടോ, ഏകദേശം വറ്റിയൊരു 2 മിനിറ്റും കൂടി ഇരുന്ന് വെള്ളം കൂടെ ഒന്ന് വറ്റി ഇവിടെ ഒന്ന് ഇതാകട്ടെ, ഡ്രൈ ആകട്ടെ. ഇച്ചിരി നേരം കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം ഗായ്സ്, ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ കറി. നല്ല വെള്ളമൊക്കെ വറ്റി ഉണ്ടോ, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനിയും കാണുന്നിടം വരെ ബൈ.